കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറ്റവും അഭിമാനാർഹമായ വിജയം നേടിയ സ്ഥലമായിരുന്നു പന്തളം നഗരസഭ. തെക്കൻ കേരളത്തിൽ അന്ന് ബി.ജെ.പി. അധികാരത്തിലേറിയ ഏക നഗരസഭ. ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിരുന്നു പന്തളത്തെ കാവ് പുതപ്പിക്കാൻ ബി.ജെ.പിക്ക് തുണയായത്. സ്ത്രീ പ്രവേശനത്തിനെതിരെ നാമജപ ഘോഷയാത്രയുമായി തെരുവിലിറങ്ങിയ വീട്ടമ്മമാരടക്കമുള്ളവർ താമരയ്ക്ക് വോട്ടുകുത്തി. പന്തളത്തെ ആ മിന്നുന്ന വിജയം പാർട്ടി നേതാക്കൾ അന്നേറെ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ 5 വർഷത്തിനിപ്പുറം പന്തളത്തെ വോട്ടർമാർ NDA കൈവിട്ടത് എന്താണ്? പന്തളത്തെ ഈ പരാജയം ബി.ജെ.പി. ചോദിച്ചു വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. 18 സീറ്റുകളിൽ വിജയിച്ചാണ് 2020-ൽ NDA പന്തളത്ത് ഭരണം പിടിച്ചത്. LDF 9 സീറ്റിലും UDF 5 സീറ്റിലും ഒതുങ്ങി. എന്നാൽ അധികാരത്തിലെത്തിയ വോട്ടർമാരെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലായിരുന്നു ഏറിയ കാലവും നഗരസഭാ ഭരണം. പാർട്ടിയിലെ പടലപ്പിണക്കം നഗരസഭാ ഭരണത്തിലും പലവട്ടം പ്രതിഫലിച്ചു. വിമത ശല്യം മൂലം ഭരണം നഷ്ടപ്പെട്ടേക്കുമെന്ന അവസ്ഥ വരെ ഉണ്ടായി. ആദ്യം നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന സുശീല സന്തോഷ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ U. രമ്യ എന്നിവർക്കെതിരെ ബി.ജെ.പിയിലെ വിമതന്റെ സഹായത്തോടെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഇത് ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേ ദിവസം ഇരുവരും രാജിവെച്ചു. എന്നാൽ വീണ്ടും നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിമർശനം ഉയർത്തിയവരെയും സ്വതന്ത്രനെയും ഒപ്പം നിർത്തി ഭരണം നിലനിർത്താൻ NDAക്ക് കഴിഞ്ഞു. അച്ഛൻ കുഞ്ഞു ജോണാണ് നഗരസഭാ അധ്യക്ഷനായത്. തദ്ദേശ ഭരണ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി നഗരസഭാ കൗൺസിൽ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി തന്നെ സർക്കാരിനെ സമീപിക്കുന്ന അപൂർവ നടപടിക്കും ബി.ജെ.പിക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ വിധേയമായിരുന്നു. 2021-22 ബജറ്റ് യഥാസമയം പാസാക്കിയില്ലെന്നും വ്യാജമായിരുന്നെന്നും ചൂണ്ടിക്കാട്ടി അന്ന് സെക്രട്ടറി ആയിരുന്ന S. ജയകുമാറാണ് സർക്കാരിനെ സമീപിച്ചത്. ഇതിൽ ആദ്യ നടപടിയായി സർക്കാർ നഗരസഭയുടെ അഭിപ്രായം തേടിയപ്പോൾ 19 കൗൺസിലർമാർ കൗൺസിൽ പിരിച്ചുവിടരുതെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടായില്ല. അധ്യക്ഷയും കൗൺസിലറും തമ്മിലുണ്ടായ തർക്കത്തിന്റെ വീഡിയോ പുറത്തായതും കൗൺസിലർക്കെതിരായ കൈക്കൂലി ആരോപണവും അടക്കം വിവാദങ്ങൾ നിറഞ്ഞ 5 വർഷമാണ് ബി.ജെ.പി. ഭരണസമിതി പൂർത്തിയാക്കിയത്. ഉജ്ജ്വല ജയം നേടിയിട്ടും ഭരണനഷ്ടമുണ്ടാവുകയെന്ന പ്രതിസന്ധി അന്ന് മറികടക്കാനായെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഭരണത്തുടർച്ച നിലനിർത്താനാകാത്തത് അവർക്ക് കനത്ത തിരിച്ചടിയായി. പന്തളം നഗരസഭയിൽ 14 സീറ്റുകളിലാണ് ഇത്തവണ LDFന്റെ ജയം. 11 സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികളും ജയിച്ചു. NDA ഇത്തവണ 9 സീറ്റുകളിൽ. പന്തളത്ത് ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന മുന്നണിയാകാനായത് സംസ്ഥാന തലത്തിൽ കനത്ത തിരിച്ചടിയേറ്റ ഇടതുപക്ഷത്തിന് പറഞ്ഞു നിൽക്കാനുള്ള പിടിവള്ളിയാണ്. ശബരിമല സ്വർണ്ണപ്പള്ളി അടക്കമുള്ള വിവാദങ്ങൾ പന്തളത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. വിഷയം NDA ഏറെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. എന്നാൽ ഇത് വോട്ടാക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വേണം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിലയിരുത്താൻ. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ശബരിമല വാർഡിലും LDF അപ്രതീക്ഷിത വിജയം നേടി. ബി.ജെ.പിയുടെ സിറ്റിംഗ് വാർഡായിരുന്നു ശബരിമല. എന്നാൽ ഇക്കുറി ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. LDF UDF സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിച്ചതോടെ ടോസ് ചെയ്താണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. CPM-ന്റെ PS ഉത്തമനും കോൺഗ്രസിന്റെ അമ്പിളി സുജസിനും 268 വോട്ട് വീതം ലഭിച്ചതിനെ തുടർന്നാണ് ടോസ് വേണ്ടി വന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജേഷിന് ലഭിച്ചതാകട്ടെ 232 വോട്ടുകൾ മാത്രമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രചാരണ വിഷയങ്ങളാകുമെന്ന് ഉറപ്പാണ്. അതിനെ ഇടതുപക്ഷം പ്രതിരോധിക്കുക പന്തളത്തെ വിജയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുകൂടിയാകും.